റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ കിരീടാഘോഷത്തിനിടെ വൻ ദുരന്തം. തിക്കിലും തിരക്കിലും പെട്ട് 12 പേർ മരിച്ചു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്താണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരിൽ 6 പേരുടെ നില ഗുരുതരമാണ്. ഹരി ഗോവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഹരി, ഒരു ആഘോഷം ഇങ്ങനെ ഒരു ദുരന്തത്തിൽ കലാശിച്ചിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാനാണോ സാധ്യത? അമൃത, തീർച്ചയായും മരണസംഖ്യ ഉയരുമോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു ആശങ്കയുണ്ട്. കാരണം അത്രയും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ നടന്നതെന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിഷ്വലും അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന വാർത്തകളും കാണുമ്പോൾ മനസ്സിലാകുന്നത്. വലിയൊരു ജനത്തിരക്ക് തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനും അതിൻ്റെ പരിസരത്തും ബംഗളൂരു നഗരത്തിലാകെയും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു വലിയ ദുരന്തത്തിലേക്ക് ഇത് നയിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ 12 പേരാണ് മരിച്ചിട്ടുള്ളത്. അതിൽ 3 സ്ത്രീയും 1 കുട്ടിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ മറ്റൊരു വിവരം പുറത്തേക്ക് വരുന്നത് ആ മരിച്ച കൂട്ടത്തിൽ 3 യുവാക്കളും ഉണ്ടെന്നുള്ളൊരു ഒരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് നടന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി അവരുടെ കിരീടം നേട്ടത്തിന് പിന്നാലെ തന്നെ വലിയ ആഘോഷ പ്രകടനങ്ങൾ നഗരത്തിലാകെ ഉണ്ടായിരുന്നു. നഗരത്തിന് വെടിക്കെട്ട് നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. വലിയ ആളുകൾ റോഡിലിറങ്ങി വലിയ പരേഡുകൾ നടത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ തന്നെ വലിയൊരു ആവേശം അല്ലെങ്കിൽ വലിയൊരു ആഘോഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ബംഗളൂരു നഗരത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. ആ ഒരു ആഘോഷം തന്നെ ഇന്ന് രാവിലെയും ഇന്നലെ അവർ ഉറങ്ങിയിട്ടില്ല എന്ന് പോലും ബംഗളൂരു നഗരത്തിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രയും വലിയ ആഘോഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു ടീം ബംഗളൂരുവിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു ജനത്തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഒരു വലിയ ആരാധക പിന്തുണയുള്ളൊരു ടീമാണ് RCB എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ജനത്തിരക്ക് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് അത് കലാശിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല. ഒരു 50 പേർക്ക് ഇപ്പോൾ പരിക്ക് പറ്റിയ ആശുപത്രിയിലുണ്ട്. അതിൽ 12 പേരാണ് ഇപ്പോൾ നിലവിൽ മരിച്ചിട്ടുള്ളത്. 50 പേർ പരിക്കുകളോട് ആശുപത്രിയിലാണ്. അതിൽ 6 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ പേർ മരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വലിയ ദുരന്തമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. 50 പേർക്ക് പരിക്കെന്ന് പറയുമ്പോൾ ആ ഒരു പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്വാസതടസ്സം നേരിട്ടിട്ടുണ്ടാവും, കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ നിലവിൽ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ എത്ര പേരുടെ ഒരു നില ഗുരുതരമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യ നില എന്നുള്ളതിൽ വ്യക്തത വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം ഒക്കെ 7:30 അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. പല കാര്യങ്ങളിൽ വ്യക്തത ഇനിയിപ്പോഴും ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ BCCI അറിയിച്ചിട്ടുണ്ട് അവർ ഇങ്ങനെയൊരു ആഘോഷ പ്രകടനം അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇത് ഈ കിരീടാഘോഷം അതുപോലെ തന്നെ പിന്നീട് നടക്കാനിരുന്ന വിക്ടറി പരേഡ് ഇതൊക്കെ ആരാണ് ആ നേതൃത്വം നൽകാനിരുന്നത്? അമൃത, തീർച്ചയായും നമുക്ക് BCCIക്ക് ഈ ഒരു കാര്യത്തിൽ റോളില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിലൊരു ചുമതല ഇല്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി അല്ലെങ്കിൽ നേരത്തെ തന്നെ മനസ്സിലായിരിക്കുന്ന കാര്യമാണ്. കാരണം BCCI എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിന്റെ ഇപ്പോൾ ഇന്ത്യൻ ടീം ചാമ്പ്യൻസ് ട്രോഫി ഒക്കെ നേടിയ സാഹചര്യത്തിൽ അവരൊരു പരേഡൊക്കെ സംഘടിപ്പിച്ചിരുന്നു. മുംബൈയിൽ ഒരു പരേഡൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ടീമിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് BCCI ആ ഒരു പരേഡൊക്കെ സംഘടിപ്പിക്കുക. ഇപ്പോൾ നിലവിൽ ബംഗളൂരു എന്ന് പറയുന്നത് IPL കളിക്കുന്ന ഒരു ടീം എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ ടീമിന്റെ ചുമതലയോട് കൂടിയായിരിക്കണം പരേഡ് നടത്തുന്നത്. അതിന് സർക്കാരിന്റെ അനുമതി വേണം. ഇപ്പോൾ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. വിരാട് കോഹ്ലിയും ഒക്കെ ഫ്ലൈറ്റിൽ വന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ശിവകുമാറൊക്കെ സ്വീകരിക്കാൻ പോകുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു പരേഡ് നടത്താനുള്ള ഒരു പ്ലാനൊക്കെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ആ ഒരു സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട് തന്നെ ആവാം നേരത്തെ നിശ്ചയിച്ചിരുന്ന പരേഡുകൾ ക്യാൻസൽ ചെയ്തിരുന്ന പരേഡ് പിന്നെയും നടത്താനുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ബംഗളൂരു എന്ന് പറയുന്നത് ആ ഒരു നഗരത്തിന്റെ ഒരു അഭിമാനമായി മാറിയ താരങ്ങളാണ്. ഇന്നലെ നമ്മൾ കണ്ടു പഞ്ചാബിനെതിരെ ഒരു വലിയ വിജയം നേടിയ ആ ഒരു ആഘോഷം അമ്പാടും നിലനിൽക്കുന്ന ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു വലിയ ആഘോഷം ചിന്നസ്വാമിയിലെ ആരാധകർക്ക് മുന്നിലും ആഘോഷിക്കണം. അല്ലെങ്കിൽ ഇന്നലെ ബംഗളൂരുവിലായിരുന്നില്ല കളി. അപ്പോൾ ആ ആരാധകർക്ക് മുന്നിലും ആ ഒരു സന്തോഷം പങ്കുവെക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ ആ ഒരു പരിപാടിയുടെ ആ ഒരു സംഘാടനത്തിൽ വന്ന വീഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വലിയ ദുരന്തത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം തിരക്ക് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയ ഒരുപാട് സജ്ജീകരണങ്ങളൊക്കെ വേണ്ടി വരുന്നൊരു കാര്യമാണ്. നമുക്കറിയാം ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് 40,000 പേരെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയമാണ്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ലക്ഷക്കണക്കിന് ആളുകൾ സ്റ്റേഡിയത്തിന് പരിസരത്തും അല്ലെങ്കിൽ റോഡിലുമായി തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് കയറാനുള്ള പാസ് സൗജന്യമായിരുന്നു. ഇന്നലെ തന്നെ അത് RCB അവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ വ്യക്തമാക്കിയിരുന്നു. എല്ലാവർക്കും പാസ് ഇപ്പോൾ തന്നെ നേടാം, പാസ് സൗജന്യമാണ്, അപ്പോൾ എല്ലാവരും സ്റ്റേഡിയത്തിൽ എത്തണമെന്നൊക്കെ വലിയ പരസ്യങ്ങളൊക്കെ RCB കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ പാസ് സൗജന്യമാകുമ്പോൾ സാധാരണ എത്തേണ്ട ആളുകളിൽ നിന്നും ഒരുപിടി കൂടുതൽ ആളുകൾ കൂടി സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ ഒരു സജ്ജീകരണം അവിടെ നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലേക്ക് എത്ര പേരെ പ്രവേശിപ്പിക്കണം, അല്ലെങ്കിൽ എത്ര പേരെ സ്റ്റേഡിയ പരിസരത്ത് അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന്റെ ഗേറ്റിനടുത്തേക്ക് എത്തിക്കണം എന്നുള്ള ഒരു കാര്യത്തിലൊന്നും ഒരു സജ്ജീകരണം നടത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം റോഡിൽ ബാരിക്കേഡ് കെട്ടി പരേഡിന്റെ സമയത്ത് ആളുകൾ നിൽക്കുന്നത് പോലെയല്ല സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ. സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് എന്ന് പറയുന്നത് അത്ര വലിയ ഗേറ്റ് ഒന്നും ആയിരിക്കില്ല. 3 ഗേറ്റുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാം ചെറിയ ചെറിയ ഗേറ്റുകളാണ്. അപ്പോൾ ഇതിൽ പ്രധാന കവാടത്തിൽ കൂടി ആയിരിക്കും
താരങ്ങൾ എത്തുന്നത്, അവരുടെ താരങ്ങളുടെ ബസ് എത്തുന്നത് ആ ഒരു മെയിൻ കവാടത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാന കവാടത്തിൻ്റെ അടുത്തേക്കായിരിക്കും. അപ്പോൾ ആ ഒരു താരങ്ങളെ അടുത്ത് കാണാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് ഈ ബസ് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ബസ് കടന്നു പോകുന്ന സമയത്ത് താരങ്ങളെ കാണാൻ വേണ്ടി ആളുകൾ കൂടുതലായി ആ ഒരു കവാടത്തിന് അടുത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ഇവർ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ആ മെയിൻ കവാടത്തിനടുത്തേക്ക് ബസ് വരുമ്പോൾ ആരാധകർ അങ്ങോട്ട് എത്താതിരിക്കാൻ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ നടത്തേണ്ടിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമുക്കറിയാം, ബസ് വരുന്നത് കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആ ഒരു സമയത്ത് തന്നെ വലിയ രീതിയിൽ ആരാധകർ ബസ്സിനടുത്തേക്ക് ഓടിയെത്തുന്നു. വിരാട് കോഹ്ലിയൊക്കെ കാണാനായി ആളുകൾ പാഞ്ഞെടുക്കുന്ന കാഴ്ച കണ്ടു. ആ ഒരു സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് ലാത്തി വീശുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താവാം ചിലപ്പോൾ ആ ഒരു ആളുകൾ വളരെ പാനിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് ഓടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം അങ്ങനെ ശ്വാസം കിട്ടാതെയാണ് ഭൂരിഭാഗം പേരും മരിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ BK ശിവകുമാർ വ്യക്തമാക്കുന്നത്. അദ്ദേഹം നിലവിൽ ആശുപത്രി സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. 16 പേരെ അദ്ദേഹം ആശുപത്രിയിൽ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അതിൽ 12 പേർക്ക് നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതൊരു വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ബൗറിംഗ് ഹോസ്പിറ്റലിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. അവിടെയുള്ള രോഗികളിൽ 12 പേർക്ക് നിസാര പരിക്കുകളാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമാണ് മരിച്ചവരിൽ എല്ലാവരും പൂർണ്ണമായും മരിച്ചിട്ട് പൂർണ്ണ ഈ സംഖ്യ മരിച്ച ആളുകൾ എല്ലാവരും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചില പേരുകളൊക്കെ പുറത്തേക്ക് വരുന്നത് അത് തന്നെയാണ് അറിയേണ്ടത്. നിലവിൽ ഇപ്പോൾ 1ഉം 2ഉമല്ല 12 പേരാണ് മരിച്ചിരിക്കുന്നത്. 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിൽ തന്നെ നിരവധി ആളുകളുടെ നില അതീവ ഗുരുതരമാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടാണുള്ളത്. ഈ മരിച്ച ആളുകൾ ആരൊക്കെയാണ്, എവിടെ നിന്നൊക്കെ ഉള്ളതാണ്? നമുക്കറിയാം RCBയുടെ ഫാൻ ബേസ് എന്താണ് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെയൊരു പരിപാടി ഇപ്പോൾ നടക്കുമ്പോൾ എവിടെ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ മരിച്ച ആളുകളുടെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഹരി? അമൃത, നിലവിൽ മരിച്ച ആളുകളുടെ എല്ലാവരുടെയും വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നില്ല. പക്ഷേ ചില ആളുകളുടെ പേരുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അവരുടെ സ്വദേശമോ അല്ലെങ്കിൽ വയസ്സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ നമുക്കിപ്പോൾ ലഭ്യമാവുന്നില്ല. ഇപ്പോൾ നിലവിൽ വരുന്ന പേരുകൾ അനുസരിച്ച് ശരത്ത്, ദിവ്യാൻഷിക, വിദ്യ എന്ന് പറയുന്ന 3 പേരുടെ പേരുകൾ പുറത്തേക്ക് വരുന്നു. നേരത്തെ ഒരു വിദ്യാർത്ഥിയുടെ പേരും പുറത്തേക്ക് വന്നിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഒരു പേര് കൂടി പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ ഈ മരിച്ച ഈ ശരത്ത്, ദിവ്യാൻഷിക, വിദ്യ എന്നുള്ളവർ ഈ ബൗറിംഗ് ആശുപത്രിയിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ആ ആശുപത്രിയിൽ 2 പേരുടെ മൃതദേഹം കൂടി ഉണ്ട്. പക്ഷേ അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ. അപ്പോൾ 5 മൃതദേഹങ്ങളാണ് നിലവിൽ ബൗറിംഗ് ആശുപത്രിയിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകൾ ആ ആശുപത്രിയിൽ തന്നെ ഉണ്ട്. അതിൽ 12 പേരുടെ പരിക്ക് നിസ്സാരമാണെന്ന് നേരത്തെ ശിവകുമാർ പറഞ്ഞിരുന്നു, മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു വലിയ ആശ്വാസം നൽകുന്നൊരു വാർത്ത തന്നെയാണ്. കൂടുതൽ മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഒരു 50 പേരുടെ പരിക്കെന്ന് പറയുമ്പോൾ പല ആശുപത്രികളായിട്ടാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വൈദേഹി ഹോസ്പിറ്റലിൽ 4 പേരുണ്ട്. അതിൽ വൈദേഹി ഹോസ്പിറ്റലിൽ 4 പേര് മരിച്ചിട്ടുണ്ട്. വിക്രം ഹോസ്പിറ്റലിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആശുപത്രിയിലായിട്ടാണ് ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെയുള്ള ആ ഒരു സ്ഥിതി എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇദ്ദേഹം സന്ദർശിച്ചത് അല്ലെങ്കിൽ ശിവകുമാർ സന്ദർശിച്ചത് ഈ പറയുന്ന ബൗറിംഗ് ആശുപത്രി മാത്രമാണ്. അവിടുത്തെ സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ, അവരുടെ പേരുകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വന്നത്. മറ്റ് ആശുപത്രികളിലെ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അവിടെ ഒരു മന്ത്രി ഇനി സന്ദർശനം നടത്തുമോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം വിളിക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം ഈ നമ്മുടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. ആ ഒരു മാധ്യമങ്ങളോട് അദ്ദേഹം അഭിസംബോധന ചെയ്യുമ്പോഴായിരിക്കും ഈ ദുരന്തത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രമാത്രം വ്യാപ്തി ദുരന്തത്തിലുണ്ട്, എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു കൃത്യമായ വിവരം ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കഴിയേണ്ടിയിരിക്കുന്നു. മരിച്ച 12 പേരിൽ 2 പേർ കുട്ടികളാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ സ്ഥിരീകരിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണോ? അമൃത, നേരത്തെ മരിച്ച കുട്ടിയുടെ വിവരം സ്ഥിരീകരിക്കാവുന്നത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു 9ാം ക്ലാസ്സുകാരൻ മരിച്ചു എന്നുള്ള വാർത്ത നേരത്തെ സ്ഥിരീകരിച്ചത് തന്നെയാണ്. പക്ഷേ മറ്റു കുട്ടിയുടെ പേരോ അല്ലെങ്കിൽ എത്ര വയസ്സുണ്ടെന്നോ അങ്ങനെയുള്ള വിവരങ്ങളൊന്നും പുറത്തേക്ക് നിലവിൽ വരുന്നില്ല. ഇതിലാകെ പറയാൻ കഴിയുന്നത് 3 സ്ത്രീകൾ മരിച്ചിട്ടുണ്ട്, ഒരു കുട്ടിയുടെ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഒപ്പം 3 യുവാക്കളും മരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് നിലവിൽ സ്ഥിരീകരിക്കാവുന്ന സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ മന്ത്രി ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമൊന്നും നിലവിൽ നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എത്രമാത്രം വ്യക്തത നമുക്കിപ്പോൾ പറയാൻ കഴിയുമെന്നറിയില്ല. പക്ഷേ ഈ പറയുന്നത് അനുസരിച്ച് കൂടുതൽ ആളുകൾ വലിയ പരിക്കുകളോടെ ആശുപത്രിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, 6 പേരുടെ നില ഗുരുതരമാണ്, അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആ ഒരു 6 പേരുടെ നില തന്നെയാണ് ഇപ്പോൾ നമ്മളെ ആശങ്കയിലാക്കുന്നത്. അതോടൊപ്പം തന്നെ 50 പേര് പല ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് ഇപ്പോൾ. അതിൽ ഈ നമ്മുടെ ബൗറോവിംഗ് ആശുപത്രിയിലുള്ള ആളുകൾക്ക് നിസാര പരിക്കുകൾ, 12 പേർക്ക് നിസാര പരിക്കുകളാണ് ഉള്ളത് എന്ന് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതൊരു വലിയ ആശ്വാസം നൽകുന്നു. മറ്റ് ആശുപത്രികളിലെ കണക്കുകളാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നത്. ബാക്കി വൈദേഹി ആശുപത്രിയിലുണ്ട്, അതോടൊപ്പം തന്നെ
വിക്രം ആശുപത്രിയിലും ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ 2 ആശുപത്രിയിൽ എന്താണ് സ്ഥിതിവിശേഷം എന്നുള്ളത് ഇപ്പോൾ നിലവിൽ വ്യക്തമല്ല. അവിടെ ഒരു അല്ലെങ്കിൽ മന്ത്രി അവരുടെ ഒരു സന്ദർശനം നടത്തിയതിനു ശേഷം മാത്രമാകും നിലവിൽ നമുക്കൊരു വ്യക്തത ലഭിക്കുക. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു വലിയ ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു രാത്രി പെട്ടെന്നൊരു ദുരന്തത്തിലേക്ക് പോകുന്നു. ആ ഒരു രാത്രിയുടെ സന്തോഷമൊക്കെ വലിയ സന്തോഷവും വലിയ ആഹ്ലാദവും ഒക്കെ വളരെ പെട്ടെന്ന് അവസാനിക്കും എന്നുള്ളൊരു വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരിപാടികൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം നേരത്തെ ഈ മരണം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയ ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അകത്ത് പരിപാടികൾ നടക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് താരങ്ങളെ ഇത് അറിയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിനുള്ളിലുള്ള ആളുകൾ ഈ വിവരം അറിഞ്ഞിട്ടുള്ളോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ നമുക്ക് സംശയമുണ്ട്. കാരണം ആരാധകർ വലിയ രീതിയിൽ ഒച്ചയെടുക്കുന്നതും അല്ലെങ്കിൽ അവിടെ വെടിക്കെട്ട് നടത്തുന്നതും അല്ലെങ്കിൽ ആർ സി ബി എന്ന് ചാൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ ഈ ദുരന്തം പുറത്ത് നടക്കുമ്പോഴൊക്കെ കേട്ടിരുന്നു. അപ്പോൾ ആ ഒരു എന്താണ് നിലവിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ഇനി കൂടുതൽ തുടർ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തത വരണമെങ്കിൽ ഇനി 7:30 സിദ്ധരാമയ്യയുടെ വാർത്താ സമ്മേളനത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമൃത, ശരി, ഏതായാലും വലിയ ആഘോഷങ്ങൾ നടക്കേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് വേദിയായിരിക്കുന്നത്.